നമസ്കാരം. ശ്രീഭദ്ര ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അശ്വതി നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള നാളുകളിൽ ജനിച്ചിട്ടുള്ള ആളുകൾ പോകേണ്ടതായിട്ടുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത്. നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ ഗണപതിയാണ്. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ഭജിക്കുന്നതും ഫലപ്രദമാണ്. ജന്മ നക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നത് ഐശ്വര്യം നൽകും. ഭരണി നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ഭദ്രകാളിയാണ്. സുബ്രഹ്മണ്യനെയും ശിവനെയും ഭജിക്കുന്നത് ഗുണകരമാണ്. ജന്മനക്ഷത്ര ദിവസം ഭദ്രകാളി ക്ഷേത്ര ദർശനം, ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ എന്നിവ നടത്തുന്നത് തടസ്സങ്ങളും ദുരിതങ്ങളും കുറയുവാൻ സഹായിക്കും. കാർത്തിക നക്ഷത്രക്കാർ മഹാലക്ഷ്മിയെ പൂജിക്കാം. ഇഷ്ടദേവൻ സുബ്രഹ്മണ്യനാണ്. ശിവക്ഷേത്രത്തിലും പോയി പ്രാർത്ഥിക്കാം. രോഹിണി നക്ഷത്രക്കാർ ദുർഗ, ഭദ്രകാളി ഇഷ്ടദേവതയായി ആരാധിക്കാം. ശ്രീകൃഷ്ണ പൂജയും ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും ഗുണപ്രദമാണ്. തിങ്കളാഴ്ച വ്രതം ഗുണം ചെയ്യും. പൗർണമിയിൽ ദുർഗാ ദേവീക്ഷേത്രത്തിലും അമാവാസിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും ഉചിതമാണ്. മകയിരം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവതകൾ ഭദ്രകാളിയും സുബ്രഹ്മണ്യനും ആണ്. മഹാലക്ഷ്മിയെയും ശ്രീകൃഷ്ണനെയും ആരാധിക്കുന്നതും ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നതും ഉത്തമമാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ പരമശിവനാണ്. രാഹുവിനെയും സർപ്പദൈവങ്ങളെയും ആരാധിക്കുന്നതും ഗുണകരമാണ്. ശ്രീകൃഷ്ണ പൂജ ചെയ്യണം. പുണർദം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ ശ്രീകൃഷ്ണനാണ്. ശ്രീരാമനെയും പാർവതിയെയും ആരാധിക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ദുരിതം കുറയ്ക്കുവാൻ സഹായിക്കും. പൂയം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവൻ വിഷ്ണുവാണ്. ദുർഗാ പ്രീതിക്കുള്ള കർമ്മങ്ങളും പൂജയും ചെയ്യുന്നതും ഉത്തമമാണ്. ശനിയാഴ്ച വരുന്ന ദിവസം ശാസ്താവിന് എള്ളുപായസം വഴിപാടും ശനീശ്വര പൂജ ചെയ്യുന്നതും ദുരിതങ്ങൾ കുറയ്ക്കുന്നതിന് നല്ലതാണ്. പൂയം നക്ഷത്രക്കാർക്ക് ശനിയാഴ്ച വ്രതം എടുക്കുന്നതും നല്ലതാണ്. ആയില്യം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത നാഗദൈവങ്ങളാണ്. ശ്രീകൃഷ്ണനെയും ശിവനെയും ആരാധിക്കുന്നതും ഉത്തമമാണ്. നാഗരാജാവ്, നാഗയക്ഷി എന്നിവരുടെ സന്നിധിയിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ആയില്യവും ബുധനാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളും നല്ലതാണ്. മകം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ ഗണപതിയാണ്. ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം ഗുണം ചെയ്യും. മകവും ഞായറാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസം ശിവന് വഴിപാട് നടത്തണം. പൂരം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ശിവനാണ്. മഹാലക്ഷ്മിയെയും
അന്നപൂർണേശ്വരിയെയും യക്ഷിയമ്മയെയും ആരാധിക്കുന്നതും ഉത്തമമാണ്. പൂരവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും വഴിപാടുകളും ഗുണം ചെയ്യും. ഉത്രം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവൻ ധർമ്മശാസ്താവാണ്. ശിവനെയും ആരാധിക്കാം. ശാസ്താക്ഷേത്രം, ശിവക്ഷേത്രം ദർശനം നടത്തുന്നത് നല്ലതാണ്. ഞായറാഴ്ചയും ഉത്രവും വരുന്ന ദിവസം വഴിപാടുകൾ നടത്താം. അത്തം നക്ഷത്രം ഗണപതിയുടെ ജന്മനക്ഷത്രമാണ്. ഗണപതി ക്ഷേത്രത്തിൽ പോകാം. ദുർഗാ ക്ഷേത്രത്തിലും ഭദ്രകാളിയെയും ദർശനം നടത്താം. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കറുകമാല സമർപ്പിക്കുക. ചിത്തിര നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ഭദ്രകാളിയാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാം. സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും നടത്തണം. ചോതി നക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ ഹനുമാനാണ്. ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കാം. സർപ്പക്ഷേത്ര ദർശനവും നടത്തണം. വിശാഖം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത മഹാവിഷ്ണുവാണ്. വ്യാഴാഴ്ച വിഷ്ണു പൂജയും വിഷ്ണു സഹസ്രനാമ ജപവും ഗുണം ചെയ്യും. വ്യാഴാഴ്ചയും വിശാഖവും ഒന്നിച്ചു വരുന്ന സമയം ക്ഷേത്ര ദർശനം നടത്തുക. സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കും വഴിപാടുകൾ നേരണം. അനിഴം നക്ഷത്രക്കാർ ഭദ്രകാളി, സുബ്രഹ്മണ്യൻ, ശാസ്താ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തണം. ശനിയാഴ്ചയും അനിഴം നക്ഷത്രം വരുന്ന ദിവസം ശാസ്താവിന് നീരാഞ്ജനം തെളിയിക്കണം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇഷ്ടദേവൻ ശ്രീകൃഷ്ണനാണ്. മൂലം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവൻ ഗണപതിയാണ്. ഓം നമഃശിവായ മന്ത്രം ജപിക്കണം. മൂലം നക്ഷത്രം വരുന്ന ദിവസം ഗണപതി ഹോമം നടത്തണം. വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തണം. പൂരാടം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവത മഹാലക്ഷ്മിയാണ്. വിഷ്ണു പൂജയും ലക്ഷ്മി പൂജയും നടത്തണം. ഉത്രം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവൻ ശിവനും മഹാവിഷ്ണുവുമാണ്. ശാസ്താ ക്ഷേത്രത്തിലും പോയി തൊഴണം. തിരുവോണം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവത ദുർഗാ ഭഗവതിയാണ്. പൗർണമിയിൽ ദുർഗാപൂജയും കറുത്ത വാവിന് ഭദ്രകാളി ക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്രത്തിലും പോണം. അവിട്ടം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവത ഭദ്രകാളി ദേവിയാണ്. സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും ശനിപ്രീതിയും വരുത്തണം. ചതയം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവൻ ശാസ്താവാണ്. സർപ്പദൈവങ്ങളും രാഹുർ പൂജയും നടത്തുന്നത് ഉത്തമമാണ്. ശനിപ്രീതിക്ക് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം തെളിയിക്കണം. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവൻ മഹാവിഷ്ണുവാണ്. നക്ഷത്ര ദിവസം വിഷ്ണു പൂജ, ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനവും നടത്തണം. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവന്മാർ ശ്രീരാമനും ശാസ്താവും വിഷ്ണുവുമാണ്. വിഷ്ണു ക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലും ശ്രീരാമക്ഷേത്രങ്ങളിലും പോയി തൊഴുതു പ്രാർത്ഥിക്കണം. രേവതി നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവന്മാർ ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവുമാണ്.
ശ്രീകൃഷ്ണ പൂജ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർ പോകേണ്ടതായിട്ടുള്ള ദേവീ ദേവന്മാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.